കട്ടാടി മലമുകളിൽ കാണാത്തൊരു നാടുണ്ടേ, ആ നാടിനുടയവനായ ആശാനുണ്ടേ. കട്ടാടി മലമുകളിൽ കാണാത്തൊരു നാടുണ്ടേ, ആ നാടിനുടയവനായ ആശാനുണ്ടേ. താളം മേളങ്ങൾ കാടും വീടും ഒടുമ്പോൾ, സ്നേഹക്കൂട്ടായി പകരിരവുകൾ മായുമ്പോൾ, ആടും ചിമ്മി ആകാശത്തെ പൊട്ടുമ്പോൾ, കാണാക്കുന്നേതൊരു കഥ ചൊല്ലും പാട്ടായി പാടാ. മണിച്ചിതറി തഞ്ചുന്നൊരു നാടുണ്ടേ, ഈ നാടിനഴകേകും കൂട്ടരുമുണ്ടേ. മഞ്ചാട്ടി മണിച്ചിതറി തഞ്ചുന്നൊരു നാടുണ്ടേ, ഈ നാടിനഴകേകും കൂട്ടരുമുണ്ടേ. താരം പിന്നുണ്ടേ വണ്ണം പിന്നും കൂടുന്നേ, പാലിൽ നാമെല്ലാം ഒന്നാകുന്നൊരു നേരത്ത്, തേടി ചെന്നേ നാം ആരും പോകാതുരത്ത്, ചേരാമൊന്നായൊരു പൊടി പോലും തീർക്കുന്നേ. കതിരാടും പാടം നീളെ കഥ ചൊല്ലും നടത്തത്തെ, അറിയാമോ കുന്നും മേലെ ഉടയോ നാമാശാനവനെ. മലനാടിൻ തുഞ്ചത്താണേ, മുളനാമ്പിൻ തുമ്പത്താണേ, കുയിലാളെ നീയും പാടി ഉണരുന്നേ നീ നാട്. ചിന്ന, ശരിക്കും നീ ആ കുറിഞ്ഞിപ്പുഴന്റെ അക്കരയ്ക്ക് പോയിട്ടുണ്ടോ? ഞാൻ പലവട്ടം പോയിട്ടുണ്ട്. അവിടെ നല്ല രസമായിരിക്കും അല്ലേ? അതെ അതെ, അവിടെ ഒരു മുത്തപ്പങ്കുന്നുണ്ട്. അവിടെ കയറിയാൽ എന്ത് രസമാണെന്നോ. പക്ഷെ ഭയങ്കര റിസ്കാ. വഴി തെറ്റി പോയി കഴിഞ്ഞാ തിരിച്ചു കയറാൻ ഭയങ്കര പാടാ. ഹോ, എനിക്കും ഒരു വട്ടം അക്കരയ്ക്ക് പോയാൽ കൊള്ളാന്നുണ്ട്. അതേ, നിനക്ക് അക്കരെ കിടക്കാൻ എളുപ്പമല്ലേ, ഒന്ന് നീന്തിയാ പോരെ. എനിക്ക് നീന്താനൊന്നും അറിയില്ല. ചക്കി, നീന്താൻ അറിയില്ലെങ്കിൽ ആ പണിക്ക് നിൽക്കണ്ട. ഞാനൊരിക്കലും പുഴയിൽ ഇറങ്ങിയിട്ടില്ല. എടാ ചിന്ന, വെള്ളത്തിൽ ഇറങ്ങിയാലേ എനിക്ക് പേടിയാടാ. ഒരു ദിവസം നിങ്ങളെ ഞാൻ അക്കരെ കിടത്താം, പക്ഷെ അതിന് ചെലവ് ചെയ്യണം. അതൊക്കെ ഞങ്ങൾ ഏറ്റു. അങ്ങാകലെ ഒരു പാലം ഉണ്ട് കേട്ടാ. ആ പാലത്തിലൂടെ കടന്ന് കുറിഞ്ഞിമല കയറിയാലുണ്ടല്ലോ, പിന്നെ കാണുന്ന കാഴ്ച രസാ. അതെന്ത് കാഴ്ചയാണ് ചിന്ന? അവിടെയാണ് മുത്തപ്പങ്കുന്നുള്ളത്. അവിടെയുള്ള കാഴ്ച എന്ത് രസാണെന്ന് അറിയോ? എന്റെ ബീഹി, ഈ ചിന്നനുണ്ടല്ലോ, ഇവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ കഥകൾ പറഞ്ഞ് നമ്മളെ പറ്റിക്കും. ഇത് ഇവന്റെ സ്ഥിര ഹോബിയാ. ശരിയാ. ഡാ ചിന്ന, നീ സത്യമായിട്ട് ഞങ്ങളെ കൊണ്ടുപോവോ? ഒരു അവസരം വന്നാ തീർച്ചയായും ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. ഉറപ്പാണോ? അതെ, ഉറപ്പായിട്ടും. ഈ മുത്തപ്പങ്കുന്ന് പോവാൻ എന്നാണോ ഒരു അവസരം വരിക, ദൈവത്തിനറിയാം. എത്രയും പെട്ടെന്ന് മുത്തപ്പങ്കുന്ന് കാണാൻ പറ്റിയാ മതിയായിരുന്നു. ഗംഭീരേ, ഏതായാലും ഇത് കലക്കി.
മുത്തമ്മൻകുന്നിലേക്ക് പോകണം എന്നുള്ളത് എന്റെ പണ്ടേയുള്ള ആഗ്രഹമായിരുന്നു. ഈ അവധിക്കാലം അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് മുത്തപ്പൻകുന്ന്. എന്നാലും നമ്മളെല്ലാരും പോകുന്ന കാര്യം ആശാനോടൊന്ന് സൂചിപ്പിക്കായിരുന്നു. എന്റെ പൊന്നു മോട്ടു, എന്താ? ആശാൻ അറിഞ്ഞാലുണ്ടല്ലോ ഈ പാലത്തിൽ കയറാൻ പോലും സമ്മതിക്കില്ല. പിന്നല്ലേ മുത്തപ്പൻകുന്ന്. ഞാൻ 1-2 വട്ടം ഇത് ആലോചിച്ചാണ് ആശാനോട് ഈ കാര്യം പറയണമെന്ന്. പിന്നെ എന്തോ അതങ്ങോട്ട് വേണ്ടതെന്ന് വെച്ചു. നന്നായി. ആ അതൊക്കെ പോട്ടെ ഗംഭീരെ, ഇന്നത്തെ പ്ലാൻ എങ്ങനെയാ? എന്താ പ്ലാൻ? ദേ 1 മണിക്കൂർ നടന്നാൽ നമ്മൾ തെക്കേക്കുന്നത്ത് എത്തും. അവിടെ നിന്ന് കുറിഞ്ഞുമല വഴി മുത്തപ്പൻകുന്നിലേക്ക്. ഓക്കേ. കപിലെവിടെ ഓടി പോകുന്നേ? ഇവന്റെ ഒരു കാര്യം. ഞാനിങ്ങ് വാ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണാവ്? അതെ, വളരെ രഹസ്യമായിട്ട് പോണ സ്ഥലമാണ് മുത്തപ്പൻകുന്ന്. ഇതുപോലെ കാറി കൂവി പോരുത്. നീ അങ്ങനെ പറയണത് ഞാൻ കൂവിയതുകൊണ്ടാണോ? ഞാൻ കബിലിനെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നമ്മൾ ഇപ്പൊ പോകുന്ന കാര്യം ആശാൻ എങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ, കാറ്റാടി മലയിൽ നിന്ന് നമ്മളെല്ലാവരും ആശാൻ പുറത്താക്കും. മുത്തപ്പൻകുന്നിലേക്ക് പോകാൻ നമ്മൾ എല്ലാരും കൂടി തീരുമാനിച്ചതാണ്. സ്കൂളിൽ നിന്ന് ടൂർ പോണ പോലെ ഒന്നും മിണ്ടാണ്ട് പോകാനായിട്ട് ഇന്നെ കൊണ്ട് പറ്റില്ല. ഓ അടി ഉണ്ടാക്കാണ്ട് നിങ്ങൾ എന്റെ കൂടെ വാ. മുത്തപ്പൻ മലയിലേക്ക് ഇനി ഒത്തിരി ദൂരം പോവാനുള്ളതാ. ഞാനിത് നടക്കുവാണേ. അങ്ങനെ പോയാലെങ്ങനെ? കപിലേ വാ. എന്താ ഗംഭീർ വായോ, ഞാൻ നടക്ക. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, സൂക്ഷിച്ച് നടക്കണേ. നല്ല നല്ല മഴ പെയ്തെന്നാ തോന്നുന്നു. ആ നല്ല വെള്ളമുണ്ട്, ഒന്നും നനയൂലപ്പോ. കുഞ്ഞു ഇവനിത് എന്തൊക്കെ കാണിക്കണേ? എടാ നോക്കി നടക്കടാ. എന്തൊരടിയടാ അത്. കപിലേ, ആ വഴി താഴെയിട്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഗംഭീരെ, നീ എന്തിനാ എന്നോട് വഴക്കടിക്കാൻ വരണേ? കാട്ടിലൂടെ നടക്കുമ്പോ കാടറിഞ്ഞ് നടക്കണം. അല്ലാതെ ഇങ്ങനെ ഈ മരങ്ങളൊന്നും തല്ലി നശിപ്പിക്കാൻ പാടില്ല. എന്താ എന്താ അവിടെ ഒരു ബഹളം? സോറി സോറി സോറി. എന്ത് പറ്റി? അത് പിന്നെ അയ്യോ, ഞാൻ ഒഴിഞ്ഞുതരാം. മതിയായോ? സോറി 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 സോറി. ആരാണ് അറിഞ്ഞത്? ഞാനാ അറിയാണ്ട് പറ്റിയതാ. ഏത് സമയത്താണാവോ ഇവന്മാരുടെ കൂടെ യാത്ര തിരിച്ചു? മോട്ടു, നിനക്ക് വല്ലതും പറ്റിയോ? ഞാനുള്ളതുകൊണ്ടൊന്നും സംഭവിച്ചില്ല. ഇങ്ങനൊക്കെ കളിച്ചാൽ നമ്മൾ എപ്പോ മുത്തപ്പൻ മലയിലെത്താനാ? വാ പോവാം. ഇങ്ങനെ ആയമ്പാടി അതൊന്ന് വേഗം നടക്ക്. നമുക്ക് അവിടെ ഇഷ്ടം മുമ്പ് എത്തണ്ടേ? വേഗം നടക്ക്. ദൈവം വീണ്ടും തുടങ്ങി ഒച്ചയുണ്ടാക്കാൻ. അതെ, ഇങ്ങനെ ഒച്ചയും ബഹളുണ്ടാക്കി പോണ സ്ഥലമല്ല മുത്തപ്പൻകുന്ന്. എന്നാലേ നിങ്ങൾ പോയിക്കോ, ഞാനില്ല. ഇതെന്തപ്പത്? കപിലേ, ഇങ്ങട് വാ. പറയുന്നത് കേൾക്ക്. നീ അവിടെ നില്ലേ? ഞാനൊന്നുമില്ല. എടാ കപില, അവിടെ നിക്ക്. ഒന്ന് പോണു. എന്റെ കപിലെ, നീ അവിടെ നിൽക്കൊന്ന്. ഒന്ന് പൊക്കോണവിടുന്ന്. പറയുന്നത് കേക്കടാ കപിലെ, അവിടെ നിക്കടാ. എനിക്ക് സൗകര്യമില്ല. അവിടെ നില്ലേ. എന്താ എന്താ നീ ഇതെങ്ങോട്ടായി പോകുന്നേ? ഈ മുത്തപ്പൻകുന്നിലേക്ക് ഞാനില്ല. കപിലെ, അവനത് അറിയാതെ പറഞ്ഞതാ. പിന്നെ പോട്ടെ, വിട്ടുകളാ. കപിലെ, നീ അതത്ര കാര്യമാക്കി എടുക്കല്ലേ. നമ്മൾ ഒരുമിച്ചല്ലേ യാത്ര തുടങ്ങിയത്. പിന്നെ എന്തിനാ ഈ ഗംഭീരം നമ്മളെ ഭരിക്കണത്? നിന്നെ ആര് ഭരിക്കാൻ വന്നെന്നാ പറയുന്നത്? ഈ ഭരണം എനിക്കിഷ്ടല്ലേ, പറഞ്ഞില്ലെന്ന് വേണ്ട. നിൽക്ക് കപിലെ, നമുക്ക് എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. നിൽക്ക്. എന്ത്? നീ ഒന്ന് പോയി വിളിച്ചേ, എന്നാ അവൻ വരും. ആ ഒന്ന് വിളിക്കേ. ഓ, ഇനി ഇവനൊക്കെ സഹിച്ചാലേ പറ്റൂ. എന്നാ ഞാൻ പോയി വിളിക്കാം. സാരമില്ലടാ. കപിലേ,
ഞാനത് അറിയാതെ പറഞ്ഞതാണ്. ഓ ഏതായാലും നീ വാ, നമുക്ക് പോവാം. ഉം. ദേ, വാടാ കപിലേ. വിട്. പിന്നെ എന്നെ ആര് ഭരിക്കാൻ വരുന്നത് എനിക്കിഷ്ടല്ല. മനസ്സിലായി നിനക്ക്? ഓ മനസ്സിലായി, നീ വാ, നമുക്ക് പോവാം. കംപ്ലീറ്റ് കോംപ്ലിമെന്റ്സ് ആയല്ലോ. ഇനി നമുക്ക് പോവാം. വാ കപിലേ, നമുക്ക് നടക്കും പോവാം. മുട്ടു. വാ. ഹായ് അരുവി. ഇതാണ് പൂന്തേനരുവി. അതെ, എല്ലാവരോടും കൂടി പറയാ, നട്ടുച്ചയായി, നമുക്ക് വേഗം നടക്കാൻ നോക്കാം. അതും ശരിയാ. എന്ത് രസാ ഇവിടെയൊക്കെ കാണാൻ. എന്ത് ഭംഗിയാണ്. ദേ, ആ പാലം കയറി കഴിഞ്ഞാല് മുത്തപ്പൻകുന്നായി. വേഗം നടക്കാൻ നോക്കാം. വാ പോവാം. ആ എന്നാ വേഗം വാ. ഇതിനെങ്ങനെ ഓടിച്ചാടി നടക്കുന്നത്? കണ്ടിട്ട് നടന്നാ മതിയായിരുന്നു. ഉം. എന്ത് നല്ല വഴിയാ. അതൊക്കെ പട്ടിയായി. ദാ, ആ കാണുന്നതാണ് മുത്തപ്പൻകുന്ന്. ഏ അതെയോ ഗംഭീരേ, ഇത് അടിപൊളി സ്ഥലം കേട്ടോ. ഈ ഗംഭീര ഒരു യാത്ര പ്ലാൻ ചെയ്താൽ അത് ഗംഭീര സ്ഥലങ്ങളായിരിക്കും. അത് കൊള്ളാം. ഗംഭീര സ്ഥലങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത് ഗംഭീർ. എങ്ങനെയുണ്ട്? അടിപൊളിയായി. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് മുത്തപ്പൻ കുന്നിലെത്തി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മള് കുന്നിന് മുകളിൽ എത്തിയാല് അല്ല നമ്മുടെ കപില എവിടെ? അയ്യോ ശരിയാണല്ലോ. ശരിയാണല്ലോ. കപിലെന്തേ? കപിലേ, അതാ കപിലേ. ഇവിടെ. ഏയ്, ഞാൻ ദേ വരുന്നു. എന്തിനാ ഇങ്ങനെ വിളിച്ചു പിടിച്ച് പോകുന്നേ? കളഞ്ഞല്ലോടാ നീ. ഇതെവിടെ പോയതാ? ഇത് തന്നെയാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. മുത്തപ്പൻകുന്നിന്റെ മുകളിലെത്തിയാൽ വഴി തെറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അല്ല കപിലേ, നീ ഇതെവിടെ പോയതായിരുന്നു? ഓ, എത്തിയോ? നിങ്ങളെ പോലെ ഓടി നടന്ന് കാണാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ എല്ലാം കണ്ട് പതുക്കെ ആസ്വദിച്ചു വരും. ഓ അത് തന്നെയാ ഇപ്പൊ ഗംഭീർ പറഞ്ഞത്. മുത്തപ്പൻ കുന്നിൽ എത്തിയാലേ നമ്മള് ഒരുമിച്ച് നിക്കണോന്ന്, അല്ലെങ്കിലേ വഴിതെറ്റി പോകൂന്ന്. വഴി തെറ്റിയാലോ പിന്നിങ്ങോട്ട് തിരിച്ചു കേറാനും പറ്റില്ല. അതുപോലത്തെ സ്ഥലമാ. എന്റെ മോട്ടു വെറുതെ ചളി അടിക്കല്ലേ. ചളിയൊന്നും അല്ല. കപിലേ നീ വേഗം വാ, അവരിതാ അങ്ങോട്ട് പോയി. നീ ഓടിക്കോ, ഞാൻ പുറകെ വന്നോളാം. എനിക്കിതൊക്കെ കണ്ട ആസ്വദിച്ച് ഇവന്റെ പതുക്കെ ഒരു വരുള്ളൂ കാര്യം ഞാൻ. എത്ര പറഞ്ഞാലും അല്ല ഇവന് പിന്നെ. മനസ്സിലാവൂല. ആഹാ. ഇത്രയും ഭംഗിയുള്ള കാട്ടില് ഇങ്ങനെ ഓടി നടന്ന് കാണേണ്ട വല്ല കാര്യമുണ്ട്? കാട്. ഹായ്, ഹായ്. എന്ത് രസാ ഈ സ്ഥലം കാണാൻ. ശരിയാ. ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ ഈ കുറിഞ്ഞുമലയിൽ ഉണ്ടായിരുന്നോ? മാർവലസ് പ്ലേസ്. ഇതിലും നല്ല സ്ഥലങ്ങൾ ഈ മലയിൽ ഇനിയും വേറെയുണ്ട്. ഗംഭീരെ ഒട്ടുകൈ. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് സൂപ്പർ ആയടാ. കപിലേ, കപിലേ. ഇവൻ ഇത് എവിടെ പോയി കിടക്ക? വേഗം വാ. ഇത് കണ്ടോ, ഇവിടെ നല്ല ഒന്ന് ഭംഗിയുള്ള വേഗം വാ സ്ഥലമുണ്ട്. കപിലേ. ഇത് കണ്ടോ, ഇത് നോക്കിക്കേ. അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ സ്ഥലം? സൂപ്പർ പ്ലേസ്. വേഗം വാ, വേഗം വാ. ഒന്ന് വേഗം വാ എന്റെ കപിലേ. ഇങ്ങനെ കുണിങ്ങി കുണിങ്ങി നടക്കും. നീ ഇതൊക്കെ കണ്ടോ? ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാം. ആരെങ്കിലും പോകണമെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വാ. ഞാനിവിടെ ഉണ്ടാവാം. അല്ല ഗംഭീർ, നീ വരുന്നില്ലേ? ഞാനിത് ഒരുപാട് കണ്ടിട്ടുള്ളതാ. അതെയോ? നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ എവിടെങ്കിലും ഉണ്ടാവും. പോയിട്ട് പെട്ടെന്ന് വാ. ശരി, എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. വഴി തെറ്റാതെ സൂക്ഷിച്ചു പൊക്കോളോ. പെട്ടെന്നിട്ടൊന്നും പോലെ. ഇല്ല, ഇല്ല. എല്ലാരും ഒരുമിച്ച് വരണേ. കപിലേ നീ ഉണ്ടല്ലോ അല്ലേ? എന്താ ഭംഗിയാണ്. എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല ഇത്ര ബ്യൂട്ടിഫുൾ പ്ലേസ്. അയ്യോ, ഈ ഗംഭീർ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? വഴി തെറ്റരുത്. ഇല്ല. ഒരുമിച്ച് നിന്നോളണം. തിരിച്ചു വരുമ്പോ ഇതിലേ വരണം. ഞാനിവിടെ ഉണ്ടാവും. ഓ കേട്ടോ? കേട്ടു കേട്ടു. ഓ അടിപൊളി അടിപൊളി. എന്ത് രസമായി സ്ഥലം കാണാൻ. എന്താ രസം. എന്ത് ഭംഗിയുള്ള സ്ഥലം. ആഹാ, ഇതൊക്കെ കാണുമ്പോഴേ ഒരു കണ്ടിട്ട് പാട്ട് പാടി ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ട്. ശരിയല്ലേ അല്ലേ? വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൊന്തനരുവി. തെളിനീര് പോലത്തെ വെള്ളം, തെളിനീര് പോലത്തെ വെള്ളം. പപ്പീസേ, എങ്ങനെയുണ്ടെടാ ഈ സ്ഥലം? സൂപ്പർ അല്ലേ? സൂപ്പർ പ്ലേസ്. പപ്പീസേ, നീ ആ കപിലിനെ ശ്രദ്ധിച്ചോ? നമ്മളെ അടുത്ത് ഗംഭീർ എത്ര വട്ടം പറഞ്ഞതാ കൂട്ടം തെറ്റി പോവരുതെന്ന്. ഇപ്പൊ അവൻ പോയി നിക്കുന്നത് കണ്ടോ അവനെ?
അവനെ ഗംഭീറിനോട് എന്തോരടക്കുണ്ട്. അതെ അതെ, അത് തന്നെയാണ് കാര്യം. ഇങ്ങനെ പോയാലേ ഈ ട്രിപ്പ് അവൻ കോളമാക്കും. ശരിയാണ്, ആ ഇവനെ കൊണ്ട് തോറ്റു. ശരി. എടാ കപിലേ, കപിലേ. കപിൽ, ഇങ്ങോട്ട് വാ, നമുക്ക് പോകണ്ടേ? കപിലേ, ഞങ്ങള് പോവാണ്. നേരെ ഒത്തിരി വൈകി. നിങ്ങൾ ആ വഴിക്ക് കേറിക്കോ, ഞാൻ ഇതിലേ വന്നോളാം. ഒരുമിച്ച് പോകാന്നേ. ഇങ്ങോട്ട് വാ, എന്നാ പിന്നെ നമുക്ക് പോകാം. വാ. അവനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് പോവാം. ഞാൻ ഇതിലേ വരുന്നുണ്ട്. ശ്ശോ, അവന്റെ ഒരു കാര്യം, അവനിന്ന് വഴി തെറ്റൂന്നാ എനിക്ക് തോന്നുന്നേ. ഗംഭീർ എത്ര വട്ടം പറഞ്ഞതാ കൂട്ടം തെറ്റരുതെന്ന്. ഈ ഗംഭീർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞങ്ങള് വന്നോട്ടോ. ഗംഭീർ നല്ല പാട്ടാണല്ലോ. അല്ല ഗംഭീരെ, നമുക്ക് പോണ്ടേ? എന്തൊരു അടിപൊളി സ്ഥലവാ. തിരിച്ചു പോകാൻ തോന്നുന്നേ ഇല്ല. അല്ല, നമ്മുടെ കപിലെവിടെ? ശരിയാണല്ലോ. കപിലൊന്നിച്ചല്ലേ നിങ്ങൾ താഴെ പോയത്? അതെ, അവൻ വേറെ വഴി കൂടെ വരാന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഞങ്ങൾ വിചാരിച്ചു ഞാൻ അവൻ ഇവിടെ നിങ്ങളോട് എത്തിയെന്ന്. പലവട്ടം പറഞ്ഞതാ വഴി തെറ്റി പോവാൻ സാധ്യതയുണ്ടെന്ന്. ഞങ്ങളും പറഞ്ഞതാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? വേഗം കപിലിനെ പോയി തപ്പി കണ്ടെത്ത്. ഷെടാ, ഇനിയോ? എന്തൊരു കഷ്ടാണോ ദൈവമേ. ഇനി ഇവന്റെ ഒരു കാട് മുഴുവൻ കാര്യം. നമ്മൾ ചുറ്റി നടന്ന് കാണേണ്ടി വരും വീണ്ടും. അതെ, ഈ സ്ഥലം നിങ്ങൾ നന്നായിട്ട് ഓർത്തു വെച്ചോ. തിരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വരണട്ടോ. ആ വരാം. അല്ലെങ്കിൽ വേണ്ട. ഏത് നേരത്താണാവോ ഈ ഉത്തർപ്പംകുന്നിലേക്ക് വരാൻ എത്ര തവണ പറഞ്ഞു ഞാൻ കപിലിന്റെ അടുത്ത് നമ്മുടെ കൂടെ വരാൻ വേണ്ടിട്ട്. അവൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? മോട്ടോ, പർപ്പീസേ, എടാ മോട്ടോ, മനസ്സിലാവുന്നില്ല വഴി. മോട്ടു, പപ്പീസേ, ഈ വഴിക്ക് പോയാൽ അങ്ങോട്ട് എത്തേണ്ടതാണ്. ചേടാ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മര്യാദക്ക് ഗംഭീർ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. കപിലേ, കപിലേ, നാടുന്ന് മടുത്തു. കപിലേ, കപിലേ, ഏത് വഴിക്ക് പോയി ഇവൻ? കപിലേ, ഗംഭീരേ, പപ്പീസേ, നിക്ക്. എന്താ മോട്ടു? നമ്മളിനി എന്ത് ചെയ്യും? ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ വഴി തെറ്റും വഴി തെറ്റും. അതെ, അപ്പോ നിങ്ങൾ കേട്ടില്ല. നമുക്ക് ആശാനെ വിവരം അറിയിച്ചാലോ? അത് വേണോ? അത് വേണ്ടി വരും. അത് മാത്രമേ രക്ഷയുള്ളൂ. ആശം വന്നാ ഇനി അവൻ എങ്ങനെയെങ്കിലും കണ്ടെത്തും. എന്നാലേ പപ്പീസ് പോയി ആശാനെ വിവരം അറിയിക്കും. ശരി. പിന്നെ ഒരു കാര്യം, പോകണ വഴി തെറ്റരുത്. ഇല്ല, ഞാൻ ശ്രദ്ധിച്ചു പൊക്കോളാം. ഇനി എന്തൊക്കെ കാണാൻ കിടക്കും. സൂക്ഷിച്ചു പോണേ പപ്പീസേ. മോട്ടുവാ, നമുക്ക് ഈ വഴി പോയി നോക്കാം. നോക്കാം നോക്കാം. കപിലേ, 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 ഓയ് കപിലേ, 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 ഓയ് കപിലേ. രസം പിടിച്ചു വന്ന വരവായിരുന്നു. ആ കപിൽ ഒറ്റൊരുത്തും കാരനാ ഇന്നത്തെ വരവ് കോളായത്. കുന്നിലേക്ക് ഇന്ന് വരണ്ടായിരുന്നു. അയ്യോ, അമ്മേ, ദൈവമേ,
ഇനിയിപ്പോ എന്താ ചെയ്യാ? ചിന്ന ബീഗി കാറ്റാടി മലയിൽ എന്റെ ചങ്ങാതിമാരെ കണ്ടോ? ഇല്ലില്ല ആശാനെ, എന്തുണ്ടായത്? അതെ, എന്നെ കണ്ണു വിട്ടിച്ച് അവരെങ്ങോട്ടോ പോയി. എത്ര അന്വേഷിച്ചിട്ടും അവരെങ്ങോട്ടാ പോയെന്ന് എനിക്കറിയില്ല. ആ ഇനി എവിടെ പോയി തരയാനാ? എന്ത് കഷ്ടാണെന്ന്. ആശാനെ, ആശാനെ, ആ എന്താ ആശാനെ. പപ്പീസേ? ആശാൻ ഒന്ന് വേഗം വരണം. എന്താ കാര്യം? അത് പിന്നെ മുത്തപ്പൻകുന്ന് കാണാൻ ഞങ്ങൾ 4 പേരും കൂടി പോയിരുന്നു. അവിടുന്ന് തിരിച്ചു വരുമ്പോ കപിലിനെ കാണുന്നില്ല. ഓ, കപിൽ വഴി തെറ്റി എങ്ങോട്ടോ പോയിന്നാ തോന്നുന്നത്. ഓരോരോ വികൃതികൾ ഒപ്പിച്ചിട്ട് ഒടുക്കമാണ് എന്റെ അടുത്തേക്ക് എത്തുന്നത്. ബീഗി, ചിന്ന, കണ്ടില്ലേ ഇവരുടെ കാര്യങ്ങള്? വേഗം നടക്ക്, നമുക്ക് പോയി അന്വേഷിക്കാം. ശരി ആശാനെ, വേഗം പൊക്കോ. മുത്തപ്പൻകുന്നിൽ വെച്ച് വഴി തെറ്റിയ പിന്നെ കണ്ടിട്ടില്ല, വളരെ ബുദ്ധിമുട്ടാ. ചിന്ന, നമ്മുടെ ആശാനെ ആ കുന്നൊക്കെ വലിയ പരിചയ. എന്നാലും മുത്തപ്പൻകുന്നാണ് മൊത്തം പ്രശ്നങ്ങൾ അവിടുത്തെ സ്ഥലം. കപിലേ, കപിലേ, ഏയ് കപിൽ. ഈ മുത്തപ്പൻകുന്നിലേക്ക് ഞാൻ ഒത്തിരി കാലം വന്നിട്ടുള്ളതാ. അന്ന് ഇതിനേക്കാളും പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു. കപിലേ, ആ നമുക്ക് ഈ വഴി പോകാം. മിക്കവാറും ഇവിടെ ഉണ്ടാകാനാ സാധ്യത. പപ്പീസേ, ഇരിക്കുന്നു കപില്. ആവൂ, രക്ഷപ്പെട്ടു. ആശാനി വഴിയറിയുന്നത് ഭാഗ്യം. എന്റെ കപിലേ. എന്നാലും എന്റെ കപിലേ, എന്ത് പണിയാ കാണിച്ചത്? ഏയ് ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. കൂട്ടം തെറ്റിപ്പോയപ്പോഴേ ഞാനൊന്ന് പേടിച്ചു. എന്റെ അടുത്ത് കഥകളെല്ലാം പപ്പീസ് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും പിണക്കം ഗംഭീരനോടുണ്ടെങ്കിലേ അത് തീർക്കാനുള്ള സ്ഥലമല്ല ഈ മുത്തപ്പൻകുന്ന്. അയ്യോ ആശാനെ, തെറ്റ് പറ്റിപ്പോയി ആശാനെ, തെറ്റിപ്പോയി. ആ ആ എന്നാ പപ്പീസേ, ഒരു കാര്യം ചെയ്യ്. ഈ വഴി പോയി വലത്തോട്ട് തിരിഞ്ഞ് അടുത്ത കുന്ന് കയറി വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞാൽ അവിടെ ഗംഭീർ മോട്ടോ ഒക്കെ ഉണ്ടാവും. നീ അവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് കപിലിനെ കണ്ടു കിട്ടിയ കാര്യം പറഞ്ഞു. എന്നിട്ട് അവരെയും കൂട്ടി നീ കാറ്റാടി മലയിലേക്ക് പോരൂ. ആ അതാ നല്ലത്. ഈ കപിലിനെയും കൊണ്ട് ഈ ഒരു അവസ്ഥയില് മുത്തപ്പൻകുന്ന് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാ ഞാൻ പോട്ടെ ആശാനെ. പോട്ടെ കപിലേ. ആ വാ കപിലേ. എനിക്ക് ആശാനെ, ഞാനും പപ്പീസിനോട് പോയാലോ? ഗംഭീരനെ കണ്ട് എനിക്ക് മാപ്പ് ചോദിക്കണം. അത് വേണം. നീ ഗംഭീരനെ കണ്ട് മാപ്പ് പറഞ്ഞേ പറ്റൂ. അതിനു മുമ്പ് ആദ്യം നിന്നിൽ ചില മാറ്റങ്ങൾ വരുത്തണം. കാറ്റാടി മലയിൽ നമ്മളൊരു സമൂഹമായാണ് നിലനിൽക്കുന്നത്. ആ സമൂഹത്തിൽ അപസ്വരം മീട്ടുന്ന വാദ്യോപകരണങ്ങളായി നമ്മൾ മാറരുത്. സമൂഹത്തോട് ചേർന്ന് നിന്ന് സംഗീതം പൊഴിക്കുന്നവരാകണം ഞാനും നീയും ഗംഭീറുമൊക്കെ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മുന്തിരിച്ചെടിയിൽ ചേർന്ന് നിൽക്കാത്ത ശാഖകൾക്ക് സ്വയം ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു സമൂഹത്തിൽ ചേർന്ന് നിന്നില്ലെങ്കിൽ നമ്മളും ഫലമില്ലാത്തവരായി തീരും. നീ ആദ്യം നിന്നിൽ തന്നെ തിരുത്താൻ ശ്രമിക്കും. അതിനുശേഷം മതി മാപ്പ് പറച്ച്. ഇപ്പൊ നീ മാപ്പ് പറയാൻ പോകണ്ട. പിന്നീട് ഗംഭീർ ഒന്ന് ശാന്തമായതിനു ശേഷം മതി നിന്റെ മാപ്പ് പറച്ച്. ശരി ആശാനെ. വാ കപിലേ, നമുക്ക് പോവാം. ശരി. ഇതെന്തോടെ ഭയങ്കര സന്തോഷമാണല്ലോ. ഒറ്റയ്ക്ക് വടികെട്ടി വന്നാലാണ് ഞാൻ. നീ എന്താ ഇവിടെ സിനിമ ഡയലോഗ് പറയുന്നേ? അതെ, ഞാൻ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോയതാ. നീ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോയോ? നിന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ ആരിതിന് സമാധാനം പറഞ്ഞേനെ? അച്ഛൻ പിന്നല്ലാതെ ആര് പറയും? എടാ, ഇതിനൊക്കെ ഞാൻ തന്നെ സമാധാനം പറയണ്ടേ? നിനക്ക് വേറെ കാര്യം അറിയാവോ? ഈ ആശാന് ഒരു കുഞ്ഞിനെ പോയി കണ്ടുപിടിച്ചു. അവർ ടൂറിന് പോയ സമയത്ത് ഒരു കുഞ്ഞ്
അവന്റെ വികൃതി കാണിച്ച് പോയി. ആശാനും പോയി ഇനി പോയി കണ്ടുപിടിക്കാൻ. നീ കണ്ടാലോ അത്? ഞാൻ കണ്ടു. ഞാൻ ഭയങ്കര ധൈര്യശാലിയാ അച്ഛാ. നീ ഭയങ്കര ധൈര്യശാലിയാണ്, പറച്ചിലേ ഉള്ള. ആരെങ്കിലും നിന്നെ തൂക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ പുറകെ നടക്കാൻ പറ്റത്തില്ലേ? അയ്യോ, ഞാൻ പോകുന്നില്ല. നീ പോകരുത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് കൂട്ടുകാരുണ്ടോടാ? ഉണ്ടല്ലോ. അവിടെ പേരെന്ന് പറഞ്ഞേ. ചാക്കോ. ചാക്കോ ഉണ്ട്. പിന്നെ ആരാ ഉള്ളേ? കിച്ചൂട്ടൻ. കിച്ചൂട്ടൻ. ഇവർ രണ്ടുപേരാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അതെ. ഒരു കാര്യം ചോദിക്കട്ടെ, നീ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, നീ പറയുന്നത് എന്തുവാ? ഒറ്റയ്ക്ക് പോകണം, ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം എന്നൊക്കെയല്ലേ നീ പറയുന്നത്? അതൊക്കെ രസമാണ്. പക്ഷേ നമുക്ക് കൂട്ട്, യഥാർത്ഥമായ കൂട്ട് ആരാണുള്ളത്? നമുക്കുള്ളത് ദൈവമുണ്ട്. അത് കൂടാതെ നമുക്ക് കൂട്ടുകാർ ഒത്തിരി പേര് വേണ്ടേ? നമ്മൾ ഒരുമിച്ചൊരു കാര്യം ചെയ്താൽ നന്നായിട്ടത് വിജയിക്കും എന്നുള്ളത് നിനക്കറിയാവോ? നീ നാടകം ചെയ്തോ? എന്തോ നാടകം? എന്തോ നാടകം നീ ചെയ്തത്? എല്ലാരെയും വിളിച്ചോണ്ടാണ് നാടകം ചെയ്തത്. ആ കൂട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ സങ്കടങ്ങളിൽ പറയാനൊരു കൂട്ടുണ്ടാവണം. നമ്മുടെ പിണക്കങ്ങളും ഇണക്കങ്ങളും പറയാൻ നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ ഷെയർ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനുണ്ടാക്കിയ ഒരു വലിയ അർത്ഥം ഉണ്ടാകും. നിനക്കറിയാവോടാ, നീ എൻ്റെ തോളെ ഇങ്ങനെ കിടക്കുന്ന പോലല്ല, കൂട്ടുകാരുടെ കൂടെ ആടിയും പാടിയും ചിരിച്ചും കളിച്ചൊക്കെ പോകുമ്പോഴാണ് ഒരു സന്തോഷമുള്ളത്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നീ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരുമിച്ച് ആൾക്കാരുടെ കൂടെ പോകുമ്പോൾ അതിനകത്തൊന്ന് മാറി നടക്കാറുണ്ടോടാ? ഐസ്ക്രീം വാങ്ങിക്കാൻ നീ ടീച്ചറിനോട് ആരോട് പറഞ്ഞാൽ അവർ വന്ന് വാങ്ങിച്ചു തരത്തില്ലേ? നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. പക്ഷെ മാറി മാറി നടന്നു കഴിഞ്ഞാൽ ആരോടും മിണ്ടാതെ കൂട്ടുകൂടാതെ നടക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അത് ഈശോയ്ക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. ഞാൻ നമ്മൾ ഒരുമിച്ച് വേണം. നമ്മൾ കൂട്ടുകൂടി സംസാരിച്ച് കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. നീ അങ്ങനെ ഒരുമിച്ച് പോകുന്നോ അതോ ഒറ്റയ്ക്ക് നടക്കാനോ നിനക്ക് ഇഷ്ടം? ഒരുമിച്ച് നമ്മൾ പോകുമ്പോഴാണ് അവർക്ക് സന്തോഷമുള്ളത്. നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ സൗകര്യങ്ങളിൽ നമ്മൾ ഒരുമിച്ചിരുന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണോ അതോ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണോ? കണ്ടോ, ഈശോയ്ക്ക് ഇഷ്ടം ഒരുമിച്ചിരിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാരോട് ഒരുമിച്ച് കൈപിടിച്ച് സന്തോഷത്തോടെ പോകണം. മനസ്സിലായോ? ഒറ്റയ്ക്ക് നിന്നെ യാത്ര ചെയ്യോടാ? അപ്പൊ നീ സിനിമ കാണാൻ പോലും കൂട്ടുകാരുടെ കൂടെ പോകണം കേട്ടോ. അപ്പൊ നമ്മൾ സൂക്ഷിച്ചിരുന്നോണം. ഈശോയുടെ കൂടെ കൈപിടിച്ച് നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് സന്തോഷം നൽകണം. മനസ്സിലായോ? അപ്പൊ ഇനി ഒറ്റയ്ക്ക് നീ യാത്ര ചെയ്യോടാ? ഞാൻ ഇനി ആശാനോട് പറഞ്ഞു കൊടുക്കും. മനസ്സിലായോ?